തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുക. മഴക്കാലമൊക്കെ തുടങ്ങിയില്ല, അപ്പോൾ നമ്മൾ ബലേനയുടെ വൈപ്പർ ഒന്ന് മാറ്റാമെന്ന് കരുതി. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ബോഷാണ്, ഇത്തവണ ഹെല്ലയിലേക്കൊന്ന് മാറി. ഹെല്ലയിലേക്ക് മാറിയപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം കിട്ടിയത്. നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് ക്ലീനർ ടാബ്ലറ്റ് ആണ്. ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ബാക്ക് വശം കണ്ടപ്പോൾ ആദ്യം കണ്ടത് ഒരു സിലിക്ക ജെല്ലാന്ന് കരുതിയത്. പിന്നെ എടുത്ത് കഴിഞ്ഞ് ഒരു സോളിഡ് ഫീൽ കിട്ടിയപ്പോഴാണ് ശരിക്കും നോക്കിയത്. നമുക്ക് എല്ലാ വൈപ്പറിൻ്റെ ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ ബോഷ് ഒന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഐറ്റം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് ആക്ച്വലി 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് റിസർവർ ടാങ്കിലേക്ക് ഡയറക്റ്റ് ഇടാം. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ ഫുള്ളി ഡൈല്യൂട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഡിസോൾവ് ആയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പമ്പിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പമ്പ് കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ബെറ്റർ നിങ്ങളൊരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3-4 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് 10 മിനിറ്റിൽ ഡിസോൾവ് ആവും. നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആയി കിട്ടും. അതിനുശേഷം മാത്രം റിസർവ് ടാങ്കിൽ ഒഴിക്കണേക്കും ബെറ്റർ. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, നിങ്ങൾ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുക. അത് ചിലപ്പോൾ അതിൻ്റെ പമ്പ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് ഫ്രീസ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് നമ്മുടെ റിസർവ് ടാങ്കിൽ, വിൻഷീൽഡ് വൈപ്പറിൻ്റെ റിസർവ് ടാങ്കിൽ ഇതിടാതെ നോക്കാം.